അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സമയം 12 മണിയായി. അപ്രതീക്ഷിതമായിട്ട് എനിക്ക് 2 കേക്ക് ഓർഡർ വന്ന കാരണമാണ് കേട്ടോ ഇത്രയും ടൈമായത്. അത് കാരണം എനിക്ക് ആർക്കും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ റിപ്ലൈ തന്നിരിക്കും. അതുകൊണ്ട് ആരും വിഷമിക്കരുത് കേട്ടോ. ഞാൻ ആരുടെ കമൻറ്റ് വായിച്ചിട്ടില്ല. 1-2 പേരുടെ കമൻറ്റ് മാത്രം ഒന്ന് കണ്ട് എന്തോ ഒരു റിപ്ലൈ മാത്രമേ ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും ഓർഡറിനെ കുറിച്ചൊന്നും ആരും പറയുകയും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നു. ബട്ട് ഞാൻ ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ. ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവരെയും ഒന്ന് അറിയിച്ചു, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. എന്നാലും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ 1.5 വർഷം ചെയ്തിരുന്ന സംഭവമല്ലേ. അപ്പോൾ അത് ഫസ്റ്റ് കിട്ടുമ്പോൾ എന്തായാലും ഒരു ഫിനിഷിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് കൊടുക്കുമ്പോൾ ടേസ്റ്റ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഫിനിഷിങ് നിങ്ങളിപ്പോൾ നോക്കണ്ട എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്നോട് ഇഷ്ടപ്പെട്ട കേക്ക് ഉണ്ടാക്കാനാണ് പറഞ്ഞത്, ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. സോ ഞാൻ പേഴ്സണലി എനിക്ക് ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെട്ടൊരു കേക്ക് ഉണ്ടാവില്ലേ, അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതാ രാവിലെ എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. കാരണം ഞാൻ മേടിച്ചിട്ട് വന്ന ട്രൈപോഡ് എനിക്ക് ചെറിയൊരു പണി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യാണ്ട് എനിക്ക് ചെറിയൊരു പണി തന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എല്ലാവിടെയും തൊട്ടവിടെ എന്താവുക പൊന്നാവുന്നതല്ല, തൊട്ടവിടെ എന്തൊക്കെയോ ആവുന്ന ഒരു ഇയറായിന്ന് തോന്നുന്നത് എനിക്ക്. 2024 വെറും എന്തൊക്കെയോ ഒരു നെഗറ്റിവിറ്റി സ്റ്റാർട്ടിങ്ങിൽ തന്നെ. പിന്നെ അത് സാരമില്ല. അപ്പോൾ അത് നമ്മുടെ ഫിഷ് അവിടെ എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഫുഡൊക്കെ രാവിലെ കൊടുത്തു കേട്ടോ ഫിഷിന്. അതിനുശേഷം ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇക്കാനോട് എന്താണ് എനിക്കിങ്ങനെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇക്ക എനിക്കൊരു സ്റ്റോറി പറഞ്ഞു തരികയാണ്. ഒരു കഴുതൻ്റെയും മുത്തശ്ശൻ്റെയും ഒരു കുഞ്ഞിൻ്റെയും സ്റ്റോറി പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിയാണല്ലേ. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നതിൽ നമുക്ക് ഇങ്ങനെ വിഷമിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഒരു വേയിൽ അങ്ങോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തരികയാണ്. നിനക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം, നിനക്ക് എന്താണോ ചെയ്യാൻ നല്ലത് എന്ന് തോന്നുന്നത് നീ ചെയ്യുക. അതിന് നമ്മുടെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. പിന്നെ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ ഇക്ക നമ്മളോട് പറഞ്ഞു തരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. പിന്നെ ഉമ്മയും ഉപ്പയും ആയാനും ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് കഴിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനേക്കും റിഹാനും ഫസ്റ്റ് കഴിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് അവർ സംസാരിക്കുകയായിരുന്നു. അവർക്ക് ഉണ്ടാക്കിയ ഫുഡ് ചൂടാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനേക്കും റിഹാനും അത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. പിള്ളേർ അവിടെ ഷട്ടിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതാ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് മോഡൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അങ്ങോട്ട് ഇങ്ങനെ ചെയ്താൽ മതിയോ എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം പറയണം കേട്ടോ. നോക്ക്, നമ്മുടെ നാട്ടിലുള്ളൊരു കാറ്റ് ഇങ്ങോട്ട് അടിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകുന്നു. എവിടേക്ക് അടിച്ചു വരണ്ടേ എന്നുള്ളൊരു അവസ്ഥ കിട്ടുന്നില്ല എനിക്ക്. കാരണം ഇങ്ങോട്ടൊന്ന് അടിച്ചു കൂട്ടുമ്പോഴത്തേക്ക് ഇവിടുന്ന് കാറ്റടിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പം ഞാൻ കാറ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാറ്റ് ഇങ്ങോട്ട് അടിക്കുന്നു, അതേപോലെ തന്നെ അടിച്ചു വാരി ഇങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ചെല്ലാം ഉണ്ടാക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് അൺബോക്സിങ് വീഡിയോ ഉണ്ടല്ലോ. കുറേ ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ടേബിൾ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഈ ഫൈറ്ററിനെയാണ്. 170 രൂപയാണ് കേട്ടോ അതിന്. വർത്താണ്, കാരണം ബോട്ടിലും എല്ലാം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ അവിടുന്ന് 2 പാൻ എടുത്തു. ഒന്ന് ഗ്രില്ലൊക്കെ ആക്കാൻ പറ്റുന്നത്, ഒന്ന് മസാല ദോശയ്ക്ക് വലിയ റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. അതിൻ്റെ റേറ്റ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? റേറ്റ് ഇത്രയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 2 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല വലുപ്പമുണ്ട്. അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ കേക്കിൻ്റെ വീഡിയോ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നില്ല, അത് ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. ഫിനിഷിങ് ഇല്ലാത്ത കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. അങ്ങനെയല്ല, ഫസ്റ്റ് ഒരു കേക്ക് എത്ര വർഷത്തിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ടേസ്റ്റ് വൈസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കേട്ടോ. അത്രയും കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. ഇത് ഗ്രില്ലാക്കാനൊക്കെ പറ്റുന്നത് കേട്ടോ ചിക്കൻ. പിന്നെ നമ്മുടെ മൺചട്ടി
ഇത് ഓട്ടടയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം. ഞാൻ ഓട്ടട ഉണ്ടാക്കി കൊടുക്കണം, ഇവർ കഴിച്ചിട്ടില്ല, അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിനൊരു അടപ്പും വേണം പറഞ്ഞപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ഒരു അടപ്പും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ബ്ലാക്ക് ചട്ടിയാണ് മേടിച്ചത്. ഒന്ന് ഇങ്ങനെ മട്ടൻ, ചിക്കൻ, ബീഫ് എല്ലാം വെക്കാൻ പറ്റുന്നത്, ഒന്നിതാ ഇതുപോലെ ഫിഷൊക്കെ വെക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഫിഷ് മുളക് ഇട്ടത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചട്ടി വാങ്ങിച്ചതല്ലേ, ഉദ്ഘാടനം ചെയ്യണ്ടേ. അപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് എടുത്താൽ മതി എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. പ്രത്യേകിച്ച് മയം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. നല്ല ഫിനിഷിങ് ഉണ്ട് അല്ലേ ചട്ടി കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എവിടെയോ ഞാൻ കണ്ടൊരു കമൻറ്റ്, ഇത്താക്ക് ഒരു ചട്ടുകം മാത്രമേ ഉള്ളൂ എന്ന്. ഇത്താക്ക് ഒരു ചട്ടുകം മാത്രമില്ല, പക്ഷേ ഒരു ചട്ടുകത്തിലങ്ങ് കംഫർട്ടായി, അതാണ് എനിക്ക് പറ്റിയത്. പിന്നെ ഞാൻ കുറച്ച് മരത്തിൻ്റെ ചട്ടുകം മേടിച്ചു. പിന്നെ ആ മസാലയൊക്കെ ഇടാൻ പറ്റിയ ഒരു കുഞ്ഞു സ്പൂണും മേടിച്ചു കേട്ടോ. ഇതിനൊക്കെ നല്ല വിലക്കുറവുണ്ട്. ഇതെല്ലാം ലുലുന്ന് മേടിച്ചതാണ് ഈ മരത്തിൻ്റെ ചട്ടുകൊക്കെ. മറ്റേ പിന്നെ ഞാൻ ചന്ദ്രനഗറിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇതാ ഉമ്മ 2 ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മേടിച്ചു കൊടുത്ത ബാഗാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട്, ഇതിന് കൊടുത്ത റേറ്റ് 1300 അങ്ങനെയാണ് കേട്ടോ കൊടുത്തത്. മറ്റിന് നല്ല റേറ്റ് ഉണ്ട്, പക്ഷേ ലുലുവിൻ്റെ ഓഫറിൽ 1000 കേട്ടോ കൊടുത്തത്. അങ്ങനെ 2 ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ലൂയിസ് ജോൺ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെയാണ്. പിന്നെ ഒന്ന് എന്താണ് അത് ഞാൻ വായിച്ചു നോക്കിയില്ല. അപ്പോൾ ഇതിന് റേറ്റ്, ഇതിൽ നല്ല റേറ്റ് കാണുന്നുണ്ട്, 2000-ൻ്റെ അടുത്തൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് 1000-ന് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 2 ബാഗ് എടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് സാധനങ്ങളുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വേണം. പിന്നെ ഇത് ലുലുന്ന് എടുത്ത ഒരു ബൗളാണ് കേട്ടോ. ഒരു ബ്ലൂ കളർ, നമുക്ക് കറിയൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു ബൗളാണ്. പിന്നെ നമ്മൾ കപ്പ് ആൻഡ് സോസർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ചിക്കൻ, മട്ടൻ ഇതെല്ലാം സാമ്പാർ ഒക്കെ വിളമ്പാട്ടോ ഇതിൽ. പിന്നെ ഇതാ കപ്പ് എടുത്തിട്ടുണ്ട്. പൊതുവേ ഇവിടെ വൈറ്റ് കപ്പാണ് ഇഷ്ടം. വൈറ്റിൽ ഇങ്ങനെ ഡിസൈൻ വരുന്ന കപ്പുകളാണ് ഇഷ്ടം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ കപ്പിലൊക്കെ ഓൾമോസ്റ്റ് വൈറ്റാണ്. പക്ഷെ വൈറ്റ് മേടിച്ച് എന്തോ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ചായക്കറ വന്ന് പിടിക്കും, അതാണൊരു പ്രശ്നം. എനിക്ക് കളർഫുള്ള് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പൊക്കെ. പിന്നെ സെല്ലോ, ഇതിൻ്റെ പ്ലേറ്റാണ് മേടിച്ചത്. നല്ല കമ്പനിയാണ് കേട്ടോ. സെല്ലോ ആണ് അധികം എൻ്റെ കയ്യിലുള്ള ഐറ്റംസ്. അത് വൈറ്റ് പ്ലേറ്റാണ് മേടിച്ചത്. അപ്പം ഞാൻ ഇത് നമ്മുടെ ടിപ്പിക്കൽ മലയാളീസിൻ്റെ സ്വഭാവം കാണിച്ചു. ആരെങ്കിലും വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കില്ലേ, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് നല്ല സാധനം ഇതാരെങ്കിലും വരുമ്പോൾ എടുക്കുക എന്നും പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ നല്ല സാധനങ്ങൾ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ സെല്ലോടെ തന്നെ കാസറോൾ മേടിച്ചു, 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ഫുഡ് വിളമ്പാൻ നല്ലതില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1-2 മാറ്റി വെക്കണം. കാരണം നമ്മൾ വീട്ടിലെപ്പോഴും യൂസ് ചെയ്യുന്നത് പഴകും, പെട്ടെന്ന് പഴകും അല്ലേ. എന്നിങ്ങനെ കഴുകുമ്പോൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് പഴകും. അതുകൊണ്ട് നമ്മൾ 1-2 മാറ്റി വെച്ചാൽ അവർ വരുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കാം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളതിൽ പറയും ഒന്നും എടുത്ത് വെക്കരുത്, അന്നന്നത്തെ കാര്യം അന്നന്ന് തന്നെ ചെയ്ത് തീർക്കണം, അന്നന്ന് തന്നെ എന്താ പറയുക എൻജോയ് ചെയ്യണം, കാരണം ലൈഫ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ബട്ട് ഞാൻ പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കുന്നില്ല. നമ്മൾ കുറച്ചൊക്കെ മാറ്റി വയ്ക്കണം. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് പഴകിയത് കൊടുക്കുന്നത് മോശമല്ലേ എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതൊരു ടൈപ്പ് കാസറോളാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ആഷ് കളറും വൈറ്റും. ഇതൊന്നും സെലക്ട് ചെയ്തത് ഞാനല്ല കേട്ടോ, ഞാൻ മൊത്തം വീഡിയോ എടുത്ത് നടക്കുമായിരുന്നു. അവിടുത്തെ എല്ലാ കാഴ്ചകളും എൻജോയ് ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ ദോശച്ചട്ടി മാത്രം ഞാൻ എടുത്തു, പിന്നെ മൺചട്ടികളും ഞാൻ എടുത്തു. ബാക്കിയെല്ലാം ഇക്കാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ സെലക്ഷനാണ്. പിന്നെ ഈ ഒരു കാസറോൾ വന്നിട്ട് മിൽട്ടൻ്റെ ആണ്. ഭയങ്കര റേറ്റൊന്നുമില്ല കേട്ടോ, നമുക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റ് തന്നെ ഉള്ളൂ. അങ്ങനെ ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ വരുന്നത്. വൈറ്റ് കാണാനൊക്കെ ഭംഗിയാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടുക്കണ്ട പറഞ്ഞിട്ട് ഇക്ക കേട്ടില്ല, ഇത് നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തു. അങ്ങനെ ഇതാ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒന്ന് എടുത്തിട്ടുണ്ട്. മിൽട്ടൺ ആണ്, അടിപൊളിയിലായത്, ഡിസൈൻ നന്നായിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ 2 കാസറോൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മീൻ നോക്കുക അപ്പുറത്ത്. എനിക്കാണെങ്കിൽ അതിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. ഞാൻ അതിന് പേരിട്ടു കേട്ടോ, നിങ്ങളാരും പേര് പറഞ്ഞോ എന്നുള്ള കമൻറ്റ് ബോക്സിൽ ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും ഞാനിട്ട പേര് സുട്ടു എന്നാണ് കേട്ടോ. സുട്ടു എന്നുള്ള പേരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം.
പിന്നെ ഇങ്ങനെ ടിഷ്യൂ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഫേസ് ടിഷ്യൂ അങ്ങനെ എന്തോ ആണ്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെ കേട്ടോ, 100 രൂപ തന്നെയുള്ള അതിന് വില. പിന്നെ ഇത് ഇക്ക ഡ്രൈവ് ചെയ്യുമ്പോൾ കയ്യിലിടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതും മേടിച്ചു. പിന്നെ ടർക്കി മേടിച്ചു. ടർക്കിക്കൊക്കെ നല്ല ലാഭമുണ്ട്. പക്ഷേ ആരൊക്കെയോ പറഞ്ഞ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയത് എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ലാഭം തോന്നി. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഒരു സംഖ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേ ഇൻക്ലൂഡിങ് ഫുഡെല്ലാം കേട്ടോ. അങ്ങനെ ഇതാ 2 ടർക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ യാർഡ്ലിയുടെ സോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അരിഷ്ടം അങ്ങനത്തെ ഐറ്റംസുകളാണ് കേട്ടോ. ഉപ്പാക്ക് അരിഷ്ടത്തിനോട് ഭയങ്കര പ്രിയമാണ്. പിന്നെ ഫേസ് വാഷ്, ബഡ്സ്, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. പിന്നെ ഇക്കൊരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി. ഇത് ഏത് കമ്പനി എന്നുള്ളത് നോക്കണം. നല്ല ഫ്ലാസ്ക്, പക്ഷേ റേറ്റ് ഉണ്ട് കേട്ടോ, 1000 അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നു. അപ്പോൾ മോന് ഇതിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് എന്തിനു ചോദിച്ചു, സ്കൂളിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര റേറ്റിന് നീ സ്കൂളിലൊന്നും കൊണ്ടുപോകണ്ട പറഞ്ഞപ്പോൾ എത്ര ചോദിച്ചു അവനെ. അപ്പോൾ 1000 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോകല്ലോ, ഭയങ്കര ഈസി ആയിട്ട് കേട്ടോ. അങ്ങനെയായിരുന്നു എൻ്റെ റിപ്ലൈ. പിന്നെ നമ്മൾ കുറച്ച് നെറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ഇതിനൊക്കെ എത്ര വില എന്ന് ഞാൻ കറക്റ്റായി നോക്കിയിട്ടില്ല. പിന്നെ ഉള്ളത് ഇതുപോലത്തെ കഴിക്കാൻ പറ്റിയ കുക്കീസും. പിന്നെ ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, തേങ്ങയുടെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഞാൻ ചെറിയൊരു പീസ് കഴിച്ച് നോക്കിയതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുക്കീസിൻ്റെ ടേസ്റ്റ് ഉണ്ട്, കടലയുടെ ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. സാധാരണ ക്യാഷ്യൂ ഒക്കെയാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ചെടുത്ത് നമ്മുടെ സ്ഥിരം പ്ലേസിലോട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്കിനി സെറ്റാക്കി വെക്കണം കേട്ടോ. ഇനി ലഞ്ച് ഉണ്ടാക്കണം. സമയം നല്ല പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ക്ലോക്കൊന്നും കാണുന്നില്ല അല്ലേ, നിങ്ങൾക്ക് സമയം എത്രയെന്നൊന്നും അറിയുന്നില്ല അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഫിഷ് മോളി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ മൺചട്ടി ഞാനിവിടെ വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജീരകം, ഉലുവ. കഴിഞ്ഞതിൽ ഞാൻ ജീരകം ഇട്ടപ്പോൾ ജീരകം ഇടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി പൊടിയാണോ എന്നുള്ളത് കറക്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ തക്കാളിയും ചെറിയുള്ളിയും ഇങ്ങനെ അരച്ചത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിലോട്ട് തന്നെ ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് തന്നെ വഴച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി, ജീരകപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല. ജീരകപ്പൊടി ചേർക്കാത്ത ഫിഷ് കറി എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അപ്പോൾ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴച്ചിട്ടെടുക്കാം. പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു കറി ഉണ്ടല്ലോ ഇച്ചിരി ലൂസാക്കിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. നേരത്തെ പോലെ ഭയങ്കര തിക്കാക്കിയിട്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കണം. അതിന് മുമ്പ് നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും ഒഴിച്ചു കൊടുക്കുക. ഞാൻ തേങ്ങാപ്പാലൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇതിലോട്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്. മസാലയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് നേരം കൂടി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മീൻ വൈറ്റ് സ്നാപ്പറാണ് കേട്ടോ. ഈ ഒരു മീൻ ചെമ്പല്ലിയുടെ ഒരു വകഭേദം എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ പാർട്സും കുറച്ച് നല്ല കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടോ, കാരണം അതിൽ മുങ്ങിക്കിടക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കണം. നന്നായിട്ട് വേവിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. മീനാവുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഇതാ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഇളക്കുന്നുണ്ട്. മീൻ ഉടയാണ്ട് ഇളക്കണം കേട്ടോ. ഞാൻ മീനിൽ തട്ടിക്കാണ്ട് ഇളക്കുന്നത്. വീണ്ടും കുറച്ച് നേരം കൂടി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ FB പേജ്, യൂട്യൂബ് ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കേക്ക് വേണ്ടവർ ഓർഡർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.